ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ബനാന സ്നാക്സ് ആണ് കേട്ടോ. വളരെ രുചികരമായ ഒരു ബനാന സ്നാക്സ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. വളരെ രുചികരമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം. ഞാനിവിടെ 4 മണി പലഹാരമായിട്ട് ഒരു 3 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തൊലിയെല്ലാം നന്നായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഉള്ളിലെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ എല്ലാതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ മിക്സിയുടെ ജാറാണെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം. ഒരു പകുതി അരച്ചതിന് ശേഷം വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള പഴം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 4 ഏലക്കായ 4 5 ഏലക്കായ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നല്ല പശുവിൻ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി വെച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ പഴം ഈ തവിയിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാവും നമ്മുടെ ഈ പഴം നമുക്ക് ലാസ്റ്റ് വെന്ത് കിട്ടുക. കണ്ടില്ലേ, ഒട്ടിപ്പിടിച്ചതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് വിട്ടുപോരും. ആ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ അടുപ്പിൽ വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സാക്കാം. ഒരു 2 സെക്കൻഡ് നേരം എന്തായാലും പിടിക്കും ഇതൊക്കെ ഒന്ന് മിക്സാക്കി കിട്ടാനായിട്ട്. റവ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് കയറണം. എന്നിട്ട് ഈ തീയിൽ കിടന്നൊന്ന് വേവണം നമ്മുടെ ഈ റവ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ മിക്സറിലൊക്കെ ഇടില്ലേ കടലപ്പരിപ്പ്, ചെറിയ പരിപ്പ്, ആ പരിപ്പാണ് കേട്ടോ. നമ്മൾ മിക്സറിനൊക്കെ ഉപയോഗിക്കുന്ന ആ വെള്ള കടലപ്പരിപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അരിഞ്ഞ് ചേർക്കാം. ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ചെറിയ പരിപ്പ് പോലത്തെ ഈ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാനെല്ലാം നന്നായി ചൂടാറി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിതിൻ്റെ മീതേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആവണം ഇത് പരത്തിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കണം. അതിന് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. സോഫ്റ്റ് ആവുന്നത് വരെ വേണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഉരുട്ടിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് പരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടൊന്ന് പരത്തി വെക്കുക. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അങ്ങനെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 4 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരും.
അപ്പോഴാണ് നമ്മുടെ ഇത് തയ്യാറായി കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ റെഡ് കളർ മീതെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മീതെ ഇതുപോലെ റെഡ് കളർ വരും. റെഡ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരം റെഡിയായിട്ടോ. ഈ നെയ്യിൻ്റെയും നേന്ത്രപ്പഴവും നമ്മുടെ റവയും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. ഇത് വലിയവർക്കും ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴം എല്ലാം കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ സ്വീറ്റായിട്ടുള്ള ഒന്നാണിത്. ഒരു ഭാഗം 2-3 പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും പരത്തിടാം. നമ്മുടെ ഈ പഴത്തിൻ്റെ ഇതെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.